ദക്ഷിണയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്വാതി. മേലത്തൂർ ഇല്ലത്ത് പോയി ദക്ഷിണയെപ്പറ്റി അന്വേഷിക്കാൻ അവിടേക്ക് പോകുമെന്ന് വൈഷ്ണവിയോട് പറയുന്ന സ്വാതി. ദക്ഷിണയുടെ കഴുത്തിലുള്ള അടയാളം ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കണമെന്ന് പറയുന്ന മുത്തശ്ശി. തൽക്കാലം ഡോക്ടറെ കാണേണ്ടെന്ന് പറയുന്ന ദക്ഷിണ. മേലത്തൂർ ഇല്ലത്തേക്ക് പുറപ്പെടുന്ന സ്വാതി. അവളെ തടയുന്ന വൈഷ്ണവി. സ്വാതി ഒറ്റയ്ക്ക് പോകുന്നതിൽ ചില സംശയങ്ങൾ രേണുകയ്ക്ക് തോന്നുന്നു. സ്വാതിയെ വഴിയിൽ വെച്ച് തടഞ്ഞ് നമുക്ക് കാവിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയുന്ന ദക്ഷിണ. അത് വകവയ്ക്കാതെ പോകുന്ന സ്വാതി. ഇനി തുടർന്ന് കാണുക. ഹലോ ഈശ്വർ, ഈശ്വർ, ഐ എം സോറി. ഐ എം റിയലി സോറി. നീ എന്തൊന്നും മിണ്ടാത്തെ? നിന്റെ മസിൽ പിടുത്തൊക്കെ കളഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറ. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വാശി പിടിച്ചത് ഞാനല്ലല്ലോ. ഏയ്, നീ വെറുതെ ഉടക്കാൻ നിക്കല്ലേ. ഞാനൊരു സത്യം പറയട്ടെ. അകന്നു പോകുമ്പോഴാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഡെപ്ത് ഫീൽ ചെയ്യുക. അതിപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി ഈശ്വർ. നീ കൂടുതൽ റൊമാൻറ്റിക് ഒന്നും ആവണ്ട. ഈശ്വർ, ഞാൻ എവിടെയൊക്കെ നോക്കി. ഈശ്വർ, ആരാ അവിടെ? ഈശ്വർ, ഇത് കുടിക്കൂ. ഏയ്, ഒന്നുമില്ല. ഇത് കഴിച്ചിട്ട് സംസാരിക്ക് ഈശ്വർ. ഇത് ഈശ്വറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. താങ്ക്സ് ദക്ഷിണ. ഹലോ ഹലോ സ്വാതി. ഹലോ 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 ഹലോ. എന്താടാ? ഹലോ, എന്തു പറ്റി? സ്വാതി എന്താ പറയുന്നത്? കഴിഞ്ഞോ മേലത്തുരുള്ളത്തെ ഗവേഷണമൊക്കെ? എന്താ ഫോൺ എടുക്കുന്നില്ലേ? എടാ, നീ ഇനി ഫോൺ തല്ലിപ്പൊളിക്കാൻ നിൽക്കണ്ട. കഷ്ടം. ഇവൾക്കിത് എന്ത് പറ്റിയടാ? ഇവിടെ വന്ന് ഇത്രയും ദിവസമില്ലാത്ത ദേഷ്യവും സംശയവും ഒക്കെ ഇപ്പൊ എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവളുടെ ഒരു കാര്യം. ഓ,
ദക്ഷിണ അല്ലടി, ദക്ഷകി. ദക്ഷിണയെ കുറിച്ച് അറിയണോ അല്ലേ നിനക്ക്? ദക്ഷിണയെ കുറിച്ച് അറിയണോ അല്ലേ നിനക്ക്? അറിഞ്ഞല്ലോ എല്ലാം അല്ലേ? കഴിയില്ല നിനക്ക്, തുറക്കാൻ കഴിയില്ല. എന്നെ കുറിച്ചുള്ള സത്യം നിനക്ക് അറിയണോ അല്ലേ? നാഗമടത്ത് പടിയേറ്റ് നടക്കില്ല. അഥവാ നടന്നാൽ അത് കാണാൻ നീ ഉണ്ടാവില്ല. നാഗദേവത ബന്ധിച്ച് തടവിലാക്കി എനിക്ക് മോചനം തന്നത് ഈശ്വരാണ്. അറിയാതെയാണെങ്കിലും മോചിപ്പിച്ചവനോടുള്ള ഇഷ്ടം. ഈശ്വർ അവനിനി ഇവിടെ വിട്ടു പോവില്ല. അഥവാ അവൻ എവിടെ പോയാലും ഒപ്പമുണ്ടാകും ഈ ദക്ഷണി. നാഗമടത്തി അടുത്ത യോഗിനിയുണ്ടല്ലോ, ശിവലിംഗത്തിൽ കെട്ടിപിടിഞ്ഞു കിടക്കുന്ന 2 നാഗത്തെ സ്വപ്നം കണ്ടിട്ടും രാഹുലിന് വേണ്ടി സ്വപ്നം മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന വൈഷ്ണവി, നിന്റെ കൂട്ടുകാരി. നിന്റെ ഒപ്പം വൈകാതെ അവളും എത്തും. നാഗമടത്ത് തറവാട് കുലം മുടിയുന്നത് കണ്ടിട്ടേ ദക്ഷകയ്ക്ക് ഇനി മടക്കി യാത്രയുള്ളൂ. അത് പിന്നെ രേണു, ആ കുട്ടികളൊക്കെ എവിടെയുള്ളത്? അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് മുത്തശ്ശി. എന്താ മുത്തശ്ശി? ഏയ് ഒന്നുമില്ല രേണു. എന്റെ ധർമ്മദൈവങ്ങളെ, നാഗപരമ്പര സ്വരൂപങ്ങളെ കാത്തോളണേ. സ്വാതിയുടെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് അയച്ച മെസ്സേജിന് റിപ്ലൈ പോലും ഇല്ല. നീ എന്താ പറഞ്ഞേ? എടാ, സ്വാതിയുടെ വിവരമൊന്നുമില്ലല്ലോ ഒന്നും. എടാ, ഞാൻ അവൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചതാ, ഒരു റിപ്ലൈ ഇല്ല. ചിലപ്പോ വണ്ടിയിലായതുകൊണ്ടായിരിക്കണ. എന്തായാലും മേലത്തൂർ എത്തിയതിനു ശേഷം അവള് വിളിക്കും. എന്നാലും അങ്ങനെയല്ലല്ലോ, അവളെന്നെ വിളിക്കേണ്ടതല്ലേ?
പ്രത്യേകിച്ച് ദൂരയാത്രയൊക്കെ ആവുമ്പോ കൂടെ കൂടെ എന്നെ വിളിക്കേണ്ടതല്ലേ? എടാ നീ അങ്ങോട്ട് വിളിച്ചായിരുന്നോ? വിളിച്ചു, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ. ഓ എടാ അവള് തിരികെ വിളിച്ചോളും. എടാ നീ ഒന്നുകൂടെ വിളിച്ചേ, ചിലപ്പോ എടുത്താലോ. എടാ റിങ് പോകുന്നുണ്ട്. കിട്ടുന്നില്ലേ? റിങ് ചെയ്യുന്നുണ്ട്. എന്താ കിട്ടുന്നില്ലേ? എടാ, അവള് കട്ട് ചെയ്തതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചടാ. അവളെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ? ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷേ സ്വിച്ച് ഓഫ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ആ പ്രത്യേകിച്ച് നീ വിളിക്കുമ്പോ അവളെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം? ആ ചിലപ്പോ നിന്നോടുള്ള പിണക്കം കൊണ്ടായിരിക്കോടാ. അവള് മേലത്തൂര് പോകുന്നതിലും ദക്ഷിണയുടെ കാര്യം അന്വേഷിക്കുന്നതിലും നീ എതിരായിരുന്നില്ലേ? അതുകൊണ്ട് അവിടെ എത്തിയിട്ട് നിന്നെ വിളിക്കുമെന്ന വാശിയിലായിരിക്കും സ്വാതി. അങ്ങനെ ഒരു പിണക്കോ വാശിയോ സ്വാതിക്കുണ്ടെങ്കിൽ അവളെന്തിനാ നേരത്തെ വിളിച്ച് ഈശ്വരനോട് സംസാരിച്ചത്? എടാ അപ്പൊ സ്വാതി വളരെ ഹാപ്പി ആയിട്ടാടാ സംസാരിച്ചത്. പിന്നിത് പറ്റി കാണും. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കെന്താ മനസ്സിലായേ? ടൈം കാൽക്കുലേറ്റ് ചെയ്താ സ്വാതി അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? അവൾ മേലത്തൂർ എത്തിയിട്ടുണ്ട്, ദക്ഷിണയുടെ ബന്ധുക്കളെ കണ്ടിട്ടുണ്ട്. ദക്ഷിണയെ പറ്റി സംശയിച്ചതെല്ലാം തെറ്റാണെന്നും ദക്ഷിണ ആ ഇല്ലത്തുള്ള കുട്ടിയാണെന്നും സ്വാതി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ചമ്മൽ കൊണ്ടായിരിക്കും സ്വാതി സ്വിച്ച് ഓഫ് ചെയ്തത്. മടങ്ങിയെത്തിയ ശേഷം സ്വാതി എല്ലാം പറയും. അങ്ങനെ ആയിക്കൂടെ? എന്തോ എനിക്കൊന്നും അറിയില്ല. അവളെനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്? നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാലോ. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയുള്ളൂ. എടാ ഈശ്വരൻ, എടാ അവന് സ്വാതിയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തതില് വലിയ വിഷമമായി കാണും. അവൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യട്ടെ, നമുക്ക് വിളിച്ച് സംസാരിക്കാം. വാ. ഈശ്വർ, സ്വാതിയുടെ ഫോൺ കിട്ടുന്നേ ഇല്ലല്ലോ. നീ വിളിച്ചായിരുന്നോ? ഞാനും ട്രൈ ചെയ്തോണ്ടിരിക്കായിരുന്നു. അവള് കോള് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അവൾക്ക് എന്തു പറ്റി ഇങ്ങനെ ചെയ്യാൻ? എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവള് തിരിച്ച് ഇവിടേക്ക് തന്നെയല്ലേ വരുന്നത്. വരട്ടെ. ഈശ്വരേ, നീ ഇപ്പോഴും ഈ മൂഡിൽ തന്നെയാണോ? നീ വിഷമിക്കാതെടാ, സ്വാതി വിളിച്ചോളും. എടാ എടാ ഇത്രയും മനപ്രയാസം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ നിനക്കും സ്വാതിയിലൂടെ പൊയ്ക്കൂടായിരുന്നോ? ഇപ്പൊ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനും അവളോട് പോകേണ്ടതായിരുന്നു. ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് അവള് പോയത്. ഇനിയിപ്പോ വരട്ടെ. വരുന്നവരെ നമ്മൾ ക്ഷമിച്ചല്ലേ പറ്റൂ. ഇവിടെ എന്താ ഒരു ചർച്ച നടക്കുന്നേ? എന്നെ പറ്റിയാണോ? നിന്നെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എടാ രാഹുലെ, നമ്മൾ ശരിക്കും ദക്ഷുവിന്റെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നത്? നീ അവിടെ മിണ്ടാതിരിടം. നിങ്ങൾ ശരിക്കും ആരുടെ കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ചിലതൊക്കെ ഞാനും കണ്ടു. അല്ല, സ്വാതി എവിടെ പോയതാ? അവള് ഒരു സ്ഥലം വരെ പോയിരിക്കുക. ഉടനെ വരും. ഉടനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല. അതെന്താ ദക്ഷുന് അങ്ങനെ തോന്നാത്തെ? അല്പം ദൂരെ എവിടെയല്ലേ അവള് പോയിരിക്കുന്നേ? അതെ, അവള് മേലെത്തു. എടാ അബദ്ധം വിളിച്ച് പറയാതെടാ. സോറിടാ. സുന്ദരന്ത് പറയാൻ വന്നതാ? അതെ, ഇവന് ഇടക്കിടക്ക് പരിസരബോധം വിട്ട് സംസാരിക്കുന്ന സ്വഭാവമുണ്ട്. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. ആ, അങ്ങനെയാണോ? സുന്ദർ, നീ പറയാൻ ഉദ്ദേശിച്ചത് മേലത്തൂരില്ലെന്നല്ലേ? പിന്നെ അല്ലാതെ, നിനക്കെത്ര കൃത്യമായിട്ട് മനസ്സിലായേ? നീ എന്തിനിപ്പോ എന്റെ ഇല്ലത്തിന്റെ പേര് പറയാൻ വന്നത്? അത് പറയാൻ ശ്രമിച്ചപ്പോ രാഹുൽ എന്തിനാ തടഞ്ഞത്? അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവൻ ദക്ഷിണയെ കണ്ടപ്പോ വേറെന്തെങ്കിലും ചോദിക്കാൻ വന്നതാവും. ആ അതെ അതെ, ഞാൻ മേലത്തൂർ ഇല്ലത്തുള്ളവർക്കെല്ലാം സുഖം തന്നെയല്ലേ എന്നാ ചോദിച്ചേ. ആയിക്കോട്ടെ, പക്ഷേ
ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സ്വാതി പോയതിനു ശേഷം നിങ്ങൾക്കാർക്കും അത്ര സന്തോഷമില്ല. എന്താ പ്രശ്നം? അവളുടെ ഫോൺ കിട്ടുന്നില്ലേ? ഈശ്വർ, സ്വാതി ശരിക്കും എവിടേക്കാ പോയത്? സ്വാതി എവിടേക്കാ പോയെന്ന് നീ എന്തിനാ അന്വേഷിക്കുന്നത്? അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ തന്നെ തിരിച്ചു വരും. തിരിച്ചെത്തൂല്ലോ അല്ലേ? അത് മതി. അവൾ എത്തിയിട്ട് കാണാം. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ. ഇല്ല ഈശ്വർ, അവൾ തിരിച്ചു വരുമെന്നത് നിന്റെ പ്രതീക്ഷ മാത്രമാണ്. സ്വാതി ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല. നിങ്ങൾ ആരും അവളെ പ്രതീക്ഷിക്കുകയും വേണ്ട. മുത്തശ്ശി, ആ മോളെത്തിയോ? ഇങ്ങോട്ടിരിക്ക. എന്താ മുത്തശ്ശി വരാൻ പറഞ്ഞേ? നിന്റെ മോക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ. എന്താ അത്? ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല മുത്തശ്ശി. എനിക്കറിയില്ലേ കുട്ടിയെ, എന്തോ ഒരു വിഷമം നിനക്കുണ്ട്. ആ കല്യാണാലോചന നടക്കാതായതിനു ശേഷം നിനക്കെന്തോ വിഷമമുണ്ടെന്നാ മുത്തശ്ശി പറയുന്നത്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വൈഷ്ണവി? ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. എന്നാ ഞാൻ അതെല്ലാം കാര്യായി എടുത്തിട്ടുണ്ട്. മോളെ, കല്യാണാലോചന മുടങ്ങി പോകുമ്പോ ഏതൊരു പെൺകുട്ടിക്കും വിഷമം ഉണ്ടാവും. പക്ഷേ നീ അത് പുറത്ത് കാണിക്കണില്ല. എന്ത് ചെയ്യാം മോളെ, ഉണ്ണിയുടെ നെറുകേടിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. മോൾ അത് കാര്യാക്കണ്ട. ഇവളതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ മുത്തശ്ശി. ആ കല്യാണാലോചന പോലും ഇവള് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇവള് കുട്ടിയല്ലേ രേണു, ഇവക്ക് എന്തറിയാം? മുത്തശ്ശി എന്നെ എന്തിനാ വിളിപ്പിച്ചത്? മുത്തശ്ശി കുറെ നേരമായി നിന്നെ കാണാൻ വേണ്ടി നിൽക്കുക. എന്തോ സമ്മാനം തരാനാണെന്ന് തോന്നുന്നു. സമ്മാനോ? എന്ത് സമ്മാനം? മുത്തശ്ശിക്കൊരു സമ്മാനം നിനക്ക് തന്നൂടെ? തന്ന നീ സ്വീകരിക്കില്ലേ? ഇത് എന്താ മുത്തശ്ശി? ഇത് നാഗത്താലിയ. ഒരു വ്യാഴവട്ടക്കാലം നാഗദേവിയുടെ തൃപ്പാദങ്ങളിൽ വെച്ച് പൂജ കഴിച്ച വിശിഷ്ടമായ നാഗത്താലിയ. ഇതാണോ മുത്തശ്ശി ഇവൾക്ക് കൊടുക്കാൻ പോകുന്നത്? മക്കളെ, നിങ്ങളിൽ രണ്ടുപേരിൽ ഒരാൾക്ക് തരാനായി ഞാൻ കാത്തു വെച്ചിരുന്നതാ. അതായത് നിങ്ങൾ രണ്ടാളിൽ ആദ്യം വിവാഹത്തിന് വിധി ഉണ്ടാകുന്ന ആൾക്ക് തരാൻ വേണ്ടി സൂക്ഷിച്ചതാ. ആദ്യം വിവാഹിതയാവാനുള്ള വിധി വൈഷ്ണവിക്കല്ലേ ഇപ്പൊ വന്നിരിക്കണത്. അതുകൊണ്ട് ഞാനിത് വൈഷ്ണവിക്ക് സമ്മാനിക്കുക. മുത്തശ്ശി, അതിപ്പോ എനിക്ക് വന്ന കല്യാണാലോചന മുടങ്ങിപ്പോയില്ലേ? ഉടനെയൊന്നും ആലോചന ഉണ്ടാവില്ലല്ലോ. പിന്നെന്തിനാ? മോളെ, ആ ആലോചന മുടങ്ങിയതുകൊണ്ടാ മുത്തശ്ശി ഇതിപ്പോ നിനക്ക് തരാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ നാഗത്താലി നിന്റെ മാലയിൽ കൊളുത്തിയിട്ടാ ഇനി വരുന്ന കല്യാണാലോചന മുടങ്ങില്ല. വേഗം കല്യാണവും നടക്കും. ആരെങ്കിലും മുടക്കാൻ ശ്രമിച്ചാൽ അത് നാഗദേവി തടയും. രേണുകയ്ക്ക് ഇപ്പൊ വിവാഹമേ വേണ്ടാന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ നാഗത്താലി മോക്ക് തരികയാ മുത്തശ്ശി. ഇത് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. വാങ്ങ വൈഷ്ണവി, മുത്തശ്ശി തരുന്ന സമ്മാനമല്ലേ. ഇത് മുറിയെ കൊണ്ടുപോയി വെറുതെ വെച്ചേക്കരുത്. ദേഹശുദ്ധി വരുത്തിയ ശേഷം നാഗദേവിയെ ധ്യാനിച്ച് മാലയിൽ കൊളുത്തിയിടണം. മനസ്സിലായോ? ഇനിയും എന്താ മോക്ക് വിഷമം? മുത്തശ്ശി, എനിക്കിപ്പോ കല്യാണം വേണ്ടായിരുന്നു. അതെന്താ? രേണുകേടത്തിയുടെ കല്യാണം നടന്നിട്ട് മതിയായിരുന്നു എനിക്ക് കല്യാണം. അതാ ഇപ്പൊ എന്റെ ഒരു വിഷമം. വൈഷ്ണവി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന്. ഞാനും നീയും തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. എന്റെ ജീവിതം ഈ ഇല്ലത്തിനും കാവിനും ക്ഷേത്രത്തിനും വേണ്ടിയുള്ളതാ. വിവാഹം കഴിച്ച് ഞാൻ മറ്റൊരു ഇല്ലത്തേക്ക് പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താളം തെറ്റില്ലേ? നീ അങ്ങനെയല്ല. നീ പഠിക്കണം, വലിയ ഉദ്യോഗം നേടണം,
നല്ലൊരു ഗൃഹസ്ഥയായി ഭർത്താവിനോടൊപ്പം കുട്ടികളോടൊപ്പം സുഖമായി ജീവിക്കണം. രേണുവേടത്തി, എനിക്ക് ഈ ഇല്ലവും കാവും ക്ഷേത്രവും മാത്രം മതി. ഇതാ എന്റെ ലോകം. ഇവിടെ എവിടെങ്കിലും നാഗദൈവങ്ങളെ ഉപാസിച്ച് ഞാൻ കഴിഞ്ഞു കൂടിക്കോളാം. നീ അങ്ങനെ ആവണ്ടവളല്ല. അതാ എനിക്ക് പറയാനുള്ളത്. മുത്തശ്ശി, രേണുവേടത്തി പറയുന്നതൊക്കെ കേട്ടില്ലേ? രേണുവേടത്തി ഇങ്ങനെയൊക്കെ ആയാ മതിയെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? മോളെ, ഇനിയൊരു സത്യം മുത്തശ്ശി പറയാം. മുത്തശ്ശിക്ക് ശേഷം അടുത്ത നാഗമടത്തമ്മയാകുമെന്ന് ഞാൻ കരുതിയത് രേണുകയാ. അവളുടെ ഭക്തിയും സാമർഥ്യവും അതിനുള്ള യോഗ്യതയാ. പക്ഷെ ദൗർഭാഗ്യം, ദേവപ്രശ്നത്തിൽ കണ്ട ആ സ്വപ്ന ദർശനം അവൾക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അവളും അത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതായിരിക്കും കല്യാണം വേണ്ടെന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിൽക്കുന്നത്. എന്നാ ഞാൻ പോട്ടെ മുത്തശ്ശി. മോളെ, ആ നാഗത്താലി മാലയിലിടാൻ നീ മറക്കരുത്. പൊയ്ക്കോളൂ.